ഹായ് സ്റ്റുഡൻസ്, സ്റ്റഡി വിത്ത് സിസ്കോയിലേക്ക് സ്വാഗതം. 3rd സ്റ്റാൻഡേർഡ് സ്റ്റുഡൻസിൻ്റെ EVSലുള്ള 7th ചാപ്റ്റർ ദ വേൾഡ് വി ലിവ് ഇൻ. ഓക്കെ, ദ വേൾഡ് വി ലിവ് ഇൻ. ഈ ചാപ്റ്ററാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ മാഡത്തിൻ്റെ 3ാം ക്ലാസ്സിലെ കുഞ്ഞു മക്കളൊക്കെ റെഡി ആയിട്ടിരിക്കില്ലേ നമ്മൾ ഈ ചാപ്റ്റർ ഡിസ്കസ് ചെയ്യാൻ? അപ്പം നമുക്ക് ഡീറ്റെയിൽഡായിട്ട് തന്നെ നമുക്ക് പഠിക്കാം അല്ലേ? അപ്പം മാഡത്തിൻ്റെ കുട്ടികൾ ക്ലാസ്സിൽ നന്നായിട്ട് ശ്രദ്ധിച്ചിരിക്കുക കേട്ടോ. ഓക്കെ, എന്താ വായിക്കുക? ദ വേൾഡ് വി ലിവ് ഇൻ. നാം ജീവിക്കുന്ന ലോകം. വേൾഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ലോകം. ലിവ് എന്ന് പറഞ്ഞാൽ എന്താണ്? ജീവിക്കുക അല്ലേ? അപ്പം നമ്മൾ ജീവിക്കുന്ന ലോകത്തെക്കുറിച്ചാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ അല്ലെങ്കിൽ ഈ ഒരു ലെസണിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആവും അല്ലേ എല്ലാവർക്കും അല്ലേ? നമ്മൾ നമ്മുടെ എർത്തിനെ കുറിച്ചും മൂണിനെ കുറിച്ചും ഒക്കെയാണ് പഠിക്കാൻ പോകുന്നത്. പല പല പുതിയ കാര്യങ്ങളാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പം മാഡത്തിൻ്റെ കുട്ടികളൊക്കെ അങ്ങനെ റെഡി ആയിട്ട് ഉഷാറായിട്ട് ഇരിക്കുക കേട്ടോ. ഓക്കെ, എല്ലാവരും എന്ത് ചെയ്യുക? മാഡത്തിൻ്റെ കൂടെ തന്നെ കൈ വെച്ചിട്ട് വായിക്കാൻ ശ്രമിക്കുക കേട്ടോ. വെൻ ദ ടീച്ചർ entered the class, സമദ ആൻഡ് സയാൻ വേർ ഇൻ എ ഡിബേറ്റ്. നമ്മുടെ ടീച്ചർ എൻ്റേർഡ് എന്ന് പറഞ്ഞാൽ എന്താ? വരിക അല്ലേ? എന്താണ്? ഉള്ളിലേക്ക് കയറുക, അല്ലെങ്കിൽ എന്താ പറയുക, ക്ലാസ്സിലെത്തിയപ്പോൾ. എൻ്റേർഡ് ദ ക്ലാസ്സിലെത്തിയപ്പോൾ. അപ്പോൾ നമ്മുടെ ടീച്ചർ ക്ലാസ്സിലെത്തിയപ്പോൾ സമതയും സയാനും തമ്മിൽ ഇങ്ങനെ ഒരു ഡിബേറ്റ്, ഒരു തർക്കം നടക്കുകയാണ്. അവർ തമ്മിൽ എന്തോ കാര്യം പറഞ്ഞിട്ട് ഇങ്ങനെ തർക്കിക്കുകയാണ്. അപ്പോൾ സയാൻ പറയാണ്, ദ എർത്ത് ഈസ് ഫ്ലാറ്റ് ഇൻഡീഡ്, ഐ ആം ഷുവർ. സയാൻ എന്താ പറയുന്നത്? എനിക്ക് ഉറപ്പാണ് നമ്മുടെ ഭൂമി പരന്നിട്ടുള്ളതാണ്. മനസ്സിലായല്ലോ? നമ്മുടെ സയാൻ എന്താ പറയുന്നത്? നമ്മുടെ ഭൂമി എങ്ങനെയുള്ളതാണ്? പരന്നിട്ടുള്ളതാണ്. അതെനിക്ക് ഉറപ്പാണെന്നാണ് നമ്മുടെ സയാൻ വാദിക്കുന്നത്. ഇനി നമ്മുടെ സമത എന്താ പറയുന്നത്? നോ, ഇറ്റ് ഈസ് നോട്ട് സോ. ഇഫ് ഇറ്റ് ഈസ് ഫ്ലാറ്റ്, ഷുഡിൻറ്റ് എർത്ത് ഹാവ് എ ബൗണ്ടറി? സമത എന്താ പറയുന്നത്? നോ, അങ്ങനെയല്ല. ഇറ്റ് ഈസ് ഇൻ സോ. അതങ്ങനെയല്ല, നീ പറയുന്നതല്ല ശരി. നമ്മുടെ ഭൂമി പരന്നതാണെങ്കിൽ നമ്മുടെ ഭൂമിക്കൊരു അതിര്, ഒരു ബൗണ്ടറി വേണ്ടേ? അപ്പോൾ സയാൻ എന്താ പറയുന്നത്? ഈസ് ഇൻ ദ സീ ദ എർത്ത്സ് ബൗണ്ടറി? അതല്ലേ നമ്മുടെ കടൽ. ആ കടലാണ് നമ്മുടെ ഭൂമിയുടെ അതിര് അല്ലേ? കടലല്ലേ നമ്മുടെ ഭൂമിയുടെ അതിര് എന്ന് ആരാണ് ചോദിക്കുന്നത്? സയാൻ സമതയോട് ചോദിക്കുകയാണ്. അപ്പോൾ നമ്മുടെ സയാൻ്റെ വിചാരത്തിൽ എന്താണ്? നമ്മുടെ ഭൂമി പരന്നിട്ടുള്ളതാണ്. ആ ഭൂമിയുടെ അതിര് എന്ന് പറയുന്നത് എന്താണ്? കടലാണെന്നാണ് നമ്മുടെ സയാൻ വിചാരിച്ചിരിക്കുന്നത്. മാഡത്തിൻ്റെ കുട്ടികളുടെ അഭിപ്രായം എന്താണ്? ഒന്ന് പറഞ്ഞേ. അങ്ങനെയാണോ? ഭൂമി പരന്നിട്ടുള്ളതാണോ? എന്താ മാഡത്തിൻ്റെ കുട്ടികളുടെ അഭിപ്രായം? ഒന്നെല്ലാവരും ജസ്റ്റ് ഒന്ന് പറയട്ടോ, അല്ലെങ്കിൽ കമൻറ്റ് ചെയ്യാം കേട്ടോ. ഇനി ദ ടീച്ചർ എൻഗേജ്ഡ് വിത്ത് ദെയർ ഡൗട്ട്സ്. ഇത് കേട്ടുകൊണ്ടാണ് നമ്മുടെ ടീച്ചർ ക്ലാസ്സിലോട്ട് വരുന്നത്. അപ്പം നമ്മുടെ ടീച്ചർ എന്ത് ചെയ്തു? ഇവർ തമ്മിലുള്ള ഈ തർക്കത്തിൽ അല്ലെങ്കിൽ ഇവരുടെ ഈ സംശയത്തിൽ ഏർപ്പെട്ടു, എൻഗേജ് ചെയ്തു, അവരിലേക്ക് കൂടി. ദെൻ വാട്ട് ഇഫ് വി ഗോ ഫർദർ ഫോർവേഡ് ഔട്ട് ടു ദ സീ? ഇഫ് വി കണ്ടിന്യൂ അവർ ജേർണി ലൈക്ക് ദാറ്റ്, വേർ വിൽ ഇറ്റ് എൻഡ്? വേർ ഷുഡ് വി ട്രാവൽ അപ്പ് ടു if we want to see the whole earth? നമ്മൾ കടലിലൂടെ ഇങ്ങനെ മുന്നോട്ട് തന്നെ പോയിക്കൊണ്ടിരുന്നാൽ അതിനൊരു അവസാനം വേണ്ടേ? അത് ആ യാത്ര എവിടെയെങ്കിലും ചെന്ന് അവസാനിക്കണ്ടേ? അപ്പം അല്ലേ നമുക്ക് നമ്മുടെ ഭൂമിയുടെ അതിര് എൻഡ് എന്ന് പറയാൻ പറ്റുള്ളൂ. അത് എവിടെ ചെന്നായിരിക്കും അവസാനിക്കുക? ഇനി അങ്ങനെ തന്നെയാണെങ്കിലും നമുക്ക് ഭൂമിയെ മുഴുവനായി കാണണമെങ്കിൽ നമ്മൾ എത്ര ദൂരം യാത്ര ചെയ്യണം? ഇങ്ങനെ ഒരുപാട് ഡൗട്ട്സ് ഉണ്ട് അല്ലേ? അപ്പോൾ ഇതൊക്കെ നമുക്കിപ്പോൾ ക്ലിയർ ആക്കാം. അപ്പോൾ ഓക്കെ അല്ലേ? നമ്മൾ ഈ ലെസണിൽ ഫസ്റ്റ് ടോപ്പിക് എന്താണ്? ദ ഷേപ്പ് ഓഫ് ദി എർത്ത്. നമ്മുടെ ഭൂമിയുടെ ഷേപ്പ്. അപ്പോൾ നമ്മൾ ഈ പിക്ചർ കണ്ട നിങ്ങൾ, ഇത് സ്പേസ്, ബഹിരാകാശത്ത് നിന്ന് നമ്മുടെ ഭൂമിയെ എടുത്തിട്ടുള്ള ഫോട്ടോ ആണ്, അല്ലെങ്കിൽ ഭൂമിയുടെ ചിത്രം, ഫോട്ടോയാണ്. ഓക്കെ, അപ്പോൾ എന്ത് രൂപത്തിലാണ് നമ്മളിവിടെ ഈ നമ്മുടെ എർത്തിൻ്റെ ഷേപ്പ് കാണുന്നത്? പരന്നിട്ടാണോ നമ്മുടെ ഭൂമി? നമ്മുടെ എർത്ത് പരന്നിട്ടാണോ? സയാൻ പറഞ്ഞതാണോ ശരി? അല്ല അല്ലേ? നമ്മുടെ എർത്ത് പരന്നിട്ടല്ല. പിന്നെ എന്താണ് നമ്മുടെ എർത്തിൻ്റെ ഷേപ്പ്? അതൊരു സർക്കിൾ പോലെ, അല്ലെങ്കിൽ എന്താണ്? നമ്മൾ സ്ഫിയർ. ഓക്കെ, അപ്പോൾ നമ്മുടെ എർത്തിൻ്റെ ഷേപ്പ് എന്താണ്? സ്ഫിയർ ഷേപ്പാണ്.
Okay, look at the picture of the earth taken from space. In this picture, in which shape do you see the earth? ഈ ചിത്രത്തിൽ നിങ്ങൾ നമ്മുടെ എർത്തിൻ്റെ ഷേപ്പ് എന്താണ് കാണുന്നത് എന്നാണ് ഈ മോള് നമ്മളോട് ചോദിക്കുന്നത്. എന്താണ് നമ്മൾ പറഞ്ഞില്ലേ, സ്ഫിയർ ഷേപ്പാണ്, അല്ലെങ്കിൽ ഒരു സർക്കിൾ ഷേപ്പാണ്, റൗണ്ട് അല്ലേ, ഉരുണ്ട എന്ന് വെച്ചാൽ ഉരുണ്ട ആകൃതി എന്ന് പറയില്ലേ, അങ്ങനെയുള്ള അല്ലെങ്കിൽ ഗോളം. നമ്മൾ പൊതുവേ ഉരുണ്ട ആകൃതിയിലുള്ള വസ്തുക്കളെയൊക്കെ നമ്മൾ എന്താ വിളിക്കുക, ഗോളം എന്നാണ് വിളിക്കുക. അപ്പം ഒരു ഗോളത്തിൻ്റെ ഷേപ്പാണ് നമ്മളിവിടെ എർത്തിന് കണ്ടിട്ടുള്ളത്, സ്ഫിയർ ഷേപ്പ്. വി സീ ദ എർത്ത് ആസ് ഫ്ലാറ്റ്, ഡോണ്ട് വി? പക്ഷെ നമ്മൾ ഭൂമിയെ കാണുമ്പോൾ എങ്ങനെയാണ്? ഭൂമി പരന്നതായിട്ടാണല്ലോ നമ്മൾ കാണുന്നത് അല്ലേ? അതെന്തുകൊണ്ടാണ്? Can we recognize the shape of the earth by seeing only a small part of it? അപ്പം നിങ്ങളോട് ചോദിക്കുക, എന്താണ് ഈ ഗേൾ പറയുന്നത്, ഈ പെൺകുട്ടി എന്താ പറയുന്നത്? നമ്മൾ കാണുമ്പോൾ, ഭൂമി കാണുമ്പോൾ എന്താണ്, ഭൂമി പരന്നിട്ടാണ് കാണുന്നത്. നമ്മളൊരു ചെറിയ കഷ്ണം, അല്ലെങ്കിൽ ചെറിയൊരു ഭാഗം, ഭൂമിയുടെ ചെറിയൊരു ഭാഗം മാത്രം കണ്ടിട്ട് നമുക്ക് ഭൂമിയുടെ ഷേപ്പ് പരന്നിട്ടാണ്, ഫ്ലാറ്റാണ് എന്ന് പറയാൻ പറ്റുമോ? നമ്മളെന്താ കാണുന്നത്? നമ്മൾ നേരത്തെ കുട്ടികളൊക്കെ എങ്ങനെയാണ് കാണുന്നത്? ഭൂമിയിലെ ഒരു ചെറിയൊരു ഭാഗം, ഒരു ചെറിയൊരു പ്ലേസിലെ നമ്മുടെ വീടൊക്കെ നിൽക്കുന്നിടം, അല്ലെങ്കിൽ നമ്മൾ ടൂറ് പോകുന്നൊരു സ്ഥലങ്ങൾ, അങ്ങനെ നമ്മൾ കുറച്ച് ഭാഗങ്ങൾ അല്ലേ, ആ ഭാഗം കണ്ടിട്ട് നമ്മൾ പറയാൻ പറ്റുമോ നമ്മുടെ ഭൂമിയുടെ ഷേപ്പ് ഫ്ലാറ്റാണെന്ന്, പരന്നിട്ടാണെന്ന് നമുക്ക് പറയാൻ പറ്റുമോ? ഇല്ല അല്ലേ? അപ്പോൾ അതിൻ്റെ എക്സാമ്പിൾ ഇവിടെ ചെയ്യുന്നുണ്ട്, മക്കൾ അതുപോലെ ഒന്ന് ചെയ്ത് നോക്കൊണ്ടിട്ടോ. ലെറ്റ് us ഫൈൻഡ് ഔട്ട്. പേജ് നമ്പർ 116 അല്ലേ? ഓക്കെ, അതിൽ നോക്കുക. ടേക്ക് എ പ്ലാസ്റ്റിക് ബോൾ ആൻഡ് മാർക്ക് എ സ്ക്വയർ ഓൺ ഇറ്റ്. നിങ്ങൾ എന്ത് ചെയ്യുക, ഒഴിവാക്കിയിട്ടുള്ള അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്ലാസ്റ്റിക് ബോൾ എടുക്കുക. എന്നിട്ട് നിങ്ങൾ കറക്റ്റായിട്ട് സ്ക്വയർ അതിൽ വരയ്ക്കുക. എന്നിട്ട് നിങ്ങൾ ആ ഭാഗം ഇങ്ങനെ കട്ട് ചെയ്യുക. സെക്കൻഡ് പിക്ചർ കണ്ട നിങ്ങൾ, കട്ട് ഔട്ട് ദാറ്റ് പാർട്ട്. ആ സ്ക്വയർ വരച്ച ഭാഗം നിങ്ങൾ കട്ട് ചെയ്യുക. അപ്പം നിങ്ങൾക്ക് എന്താ കിട്ടിയിട്ടുള്ളത്? ഒരു പരന്നിട്ടുള്ള ഒരു ഭാഗം അല്ലേ? മനസ്സിലായോ? ആ കട്ട് ചെയ്ത പാർട്ട് എന്താണ്? പരന്നിട്ടാണ്. റൗണ്ടാണോ നമ്മൾ കാണുന്നത്? നമ്മൾ ഒരു വലിയൊരു ബോൾ എടുത്തു, ആ ബോളിൽ നമ്മളൊരു സ്ക്വയർ വരച്ചു, ആ സ്ക്വയർ നമ്മൾ കട്ട് ചെയ്തെടുത്തു. പക്ഷേ നമ്മൾ എടുത്തിട്ടുള്ള ബോൾ എന്താണ് ഷേപ്പ്? റൗണ്ടാണ്. പക്ഷേ നമ്മൾ അതിൽ നിന്ന് വെട്ടിയെടുത്തിട്ടുള്ള കഷ്ണം എന്താണ്? ഫ്ലാറ്റാണ്. ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായല്ലോ, ഐഡിയ കത്തിയല്ലോ മാഡത്തിൻ്റെ കുട്ടികൾക്ക്. നമ്മുടെ ഭൂമി ഇങ്ങനെ ഗോളം മീൻസ് സ്ഫിയറിൻ്റെ ഷേപ്പിലുള്ളതാണ്. അതിൻ്റെ ഒരു കഷ്ണം നമ്മൾ അതിൽ നിന്ന് വെട്ടിയെടുക്കുകയാണെങ്കിൽ നമുക്ക് എന്താണ് കിട്ടുക? നമുക്ക് ഫ്ലാറ്റായിട്ടാണ് കിട്ടുക. അപ്പോൾ അതന്നല്ലേ, നമ്മൾ കുറച്ച് പ്ലേസ്, ഭൂമിയുടെ കുറച്ച് ഭാഗം മാത്രമേ നമ്മൾ കാണുന്നുള്ളൂ. നമ്മൾ കാണുന്ന ഭാഗം എന്താണപ്പോൾ? ഫ്ലാറ്റാണ്. ഇപ്പോൾ ക്ലിയർ ആയോ? ഓക്കെ. If the ball is the earth and the square is our locality, can you say the reason why we don't experience the spherical shape of the earth? നിങ്ങളോട് പറയുകയാണ് ഇമാജിൻ ചെയ്യാൻ. നിങ്ങളിങ്ങനെ ആലോചിക്കുക, എന്താണ് നിങ്ങൾ ഇമാജിൻ ചെയ്യേണ്ടത്? നമ്മൾ എടുത്തിട്ടുള്ള ബോള് നമ്മുടെ എർത്താണ്. അതുപോലെ തന്നെ നമ്മൾ അതിൽ സ്ക്വയർ ഇങ്ങനെ വെട്ടിയെടുത്തില്ല, അത് നമ്മുടെ ഏരിയ, നമ്മുടെ വീടൊക്കെ നിൽക്കുന്ന നമ്മുടെ ലൊക്കാലിറ്റിയാണെന്ന് വിചാരിക്കുക. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ എന്തുകൊണ്ടാണ് നമുക്ക് ആ ലൊക്കാലിറ്റി നമ്മൾ വെട്ടിയെടുക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് തോന്നും? ഫ്ലാറ്റായിട്ട് തോന്നും. പക്ഷേ നമ്മുടെ ഭൂമിയുടെ ഷേപ്പ് എന്താണ്? സ്ഫിയറാണ്. അപ്പം കാര്യം മനസ്സിലായല്ലോ എന്തുകൊണ്ടാണ് നമുക്ക് നമ്മുടെ എർത്തിൻ്റെ സ്ഫെറിക്കൽ ഷേപ്പ് മനസ്സിലാവാത്തത് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായല്ലോ കുഞ്ഞുമക്കളെ? ഓക്കെ, ഇനി നിങ്ങൾ കണ്ടോ ടെക്സ്റ്റിൽ ഒരു ബ്ലൂ സർക്കിളിൽ എഴുതിയിട്ടുള്ളത്? എന്താണ് എഴുതിയത്? റൗണ്ട് ഷേപ്പ്ഡ് ഒബ്ജക്ട്സ് ആർ കോൾഡ് സ്ഫിയേഴ്സ്. റൗണ്ട് ഷേപ്പുള്ള ഉരുണ്ട ആകൃതിയുള്ള ഉരുണ്ടിട്ടുള്ള ഷേപ്പുള്ളവയെ നമ്മൾ എന്താണ് വിളിക്കുക? ഗോളം അല്ലെങ്കിൽ സ്ഫിയർ. ഓക്കെ, അപ്പം അങ്ങനെയാണ് വിളിക്കുക. മനസ്സിലായല്ലോ? നമ്മൾ ഉരുണ്ട ഷേപ്പുള്ള അല്ലെങ്കിൽ റൗണ്ട് ഷേപ്പുള്ള ഒബ്ജക്ട്സിനെ നമ്മൾ എന്താണ് വിളിക്കുക? സ്ഫിയർ. അപ്പം നമ്മുടെ എർത്തിൻ്റെ ഷേപ്പ് എന്താണ്? സ്ഫിയർ. എർത്തിൻ്റെ ഷേപ്പ് എന്താണ്? സ്ഫിയർ. ഈ ബോക്സിൽ നിങ്ങൾക്ക് ചെറിയൊരു കുഞ്ഞറിവ് പറഞ്ഞു തരികയാണ് കേട്ടോ. എന്താ പറയുന്നത്? നമ്മുടെ ഭൂമി ഉരുണ്ടതാണ് എന്നുള്ളത് നമ്മൾ പണ്ടുള്ള
കപ്പൽ യാത്രക്കാരാണ് ആദ്യം തിരിച്ചറിയുന്നത്. അതിൽ ആദ്യമായിട്ട് അത് തിരിച്ചറിയുന്ന ആളാണ് ആര്? ഫെർഡിനൻഡ് മഗല്ലാൻ. അപ്പോൾ ഈ മഗല്ലാനും അദ്ദേഹത്തിൻ്റെ കൂട്ടുകാരും ഇങ്ങനെ പായക്കപ്പലിൽ യാത്ര തുടങ്ങി. അവർ ഒരേ ദിശയിലാണ് കേട്ടോ പോകുന്നത്, ഒരേ ഡയറക്ഷനിൽ തന്നെയാണ് അവരുടെ കപ്പൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. പായക്കപ്പലാണ്, സ്വാഭാവികമായിട്ട് എങ്ങനെ പോകും? അവരുടെ യാത്ര പതുക്കെ ആയിരിക്കും ഉണ്ടാവുക. യാത്ര വളരെ പതുക്കായിട്ടാണ്, ഭയങ്കര സ്ലോ ആയിട്ടാണ് അവർ പോയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ അവർക്കെന്ത് സംഭവിച്ചു? അവർ എവിടെ നിന്നാണോ അവരുടെ യാത്ര തുടങ്ങിയിട്ടുള്ളത് അവിടെ തന്നെ തിരിച്ചെത്തി. അപ്പം അതിൻ്റെ അർത്ഥം എന്താണ്? നമ്മുടെ ഭൂമി ഒരിക്കലും പരന്നിട്ടുള്ള ഒരു സ്ഥലത്തേക്ക് ഒരിക്കലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല. നമ്മൾ ഒരേ ഡയറക്ഷനിൽ തന്നെ പോകുമ്പോൾ ഒരിക്കലും നമുക്ക് അവർക്ക് തിരിച്ചെത്താൻ പറ്റില്ല. അപ്പോൾ ഇതെന്താണ്? ഭൂമി റൗണ്ടാണ്, അല്ലെങ്കിൽ സ്ഫിയർ ഷേപ്പാണ് എന്നുള്ളത് കൊണ്ടാണ് അവർ വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ അതേ സ്ഥലത്ത് ഒരേ ദിശയിൽ സഞ്ചരിച്ചപ്പോൾ വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ അവർ എവിടെയാണോ അവർ യാത്ര തുടങ്ങിയത് അവിടേക്ക് തന്നെ തിരിച്ചെത്തിയത്. മനസ്സിലായല്ലോ? ഇനി നമ്മുടെ നെക്സ്റ്റ് ടോപ്പിക് എന്താണ്? മോഡൽ ഓഫ് ദി എർത്ത്. ഇഫ് വി മേക്ക് എ സ്മാൾ മോഡൽ ഓഫ് ദി എർത്ത്, വാട്ട് വിൽ ഇറ്റ് ബി ലൈക്ക്? നമ്മുടെ ഭൂമിയുടെ ഒരു മാതൃക, ചെറിയൊരു മാതൃക ഉണ്ടാക്കിയാൽ എങ്ങനെയിരിക്കും? ഇവിടെ ഒരാളെ കാണുന്നുണ്ടല്ലേ? ആൾ ആരാണ്? അയാൾ തന്നെ നമ്മളോട് പരിചയപ്പെടുന്നുണ്ട്. എന്താ പറയുന്നത്? ഫ്രണ്ട്സ്, ഐ ആം എ ഗ്ലോബ്. ഫ്രണ്ട്സ്, കൂട്ടുകാരെ, ഞാനാണ് ഗ്ലോബ്. ഐ ആം ദ സ്മോൾ മോഡൽ ഓഫ് ദി എർത്ത്. ഞാൻ നമ്മുടെ ഭൂമിയുടെ ഒരു ചെറിയ മാതൃകയാണ്. പ്ലീസ് യൂസ് മീ ടു സ്റ്റഡി അബൌട്ട് ദി എർത്ത്. നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുമോ? ഭൂമിയെക്കുറിച്ച് പഠിക്കാൻ എന്നെ ഉപയോഗിക്കാം അല്ലേ? നമുക്ക് ഭൂമിയെക്കുറിച്ച് പഠിക്കണമെങ്കിൽ ഭൂമിയിലുള്ള നമ്മുടെ എർത്തിലുള്ള കൺട്രീസ്, അങ്ങനെ എല്ലാ കാര്യങ്ങളും, ഏതൊക്കെ രാജ്യങ്ങൾ എവിടെയൊക്കെയാണ്, സൗത്ത് പോളും നോർത്ത് പോളും, അങ്ങനെ ഒരുപാട് കാര്യങ്ങളില്ലേ നമുക്ക് ഭൂമിയെക്കുറിച്ച് പഠിക്കാൻ. അപ്പം നമുക്കൊരു സഹായി വേണ്ടേ? സഹായിയാണ് ആര്? ഗ്ലോബ്. മനസ്സിലായോ? ഈ ഗ്ലോബ് നിങ്ങൾ സ്കൂളിൽ നിന്നൊക്കെ കണ്ടിട്ടുണ്ടാവില്ലേ? സോഷ്യൽ ലാബിൽ അല്ലേ? അവിടെയൊക്കെ കണ്ടിട്ടുണ്ടാവും. ചിലപ്പോൾ മാഡത്തിൻ്റെ കൈകളിൽ കണ്ടിട്ടുണ്ടാകും അല്ലേ? ഗ്ലോബൊക്കെ നിങ്ങൾ സ്കൂളിൽ നിന്ന് കണ്ടിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങളുടെ ടീച്ചർ നിങ്ങൾക്ക് ഈ ഒരു ക്ലാസ് എടുക്കുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും? സ്കൂളിൽ ഗ്ലോബ് കാണിച്ചു തരും. അപ്പോൾ ഈ ഗ്ലോബിൽ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ബ്ലൂ കളറിൽ കാണുന്നതൊക്കെ എന്താണ്? വാട്ടറാണ് അല്ലേ? ബ്ലൂ കളറിൽ കാണുന്നതൊക്കെ വാട്ടറും ബാക്കി പല കളറിൽ കാണുന്നതൊക്കെ എന്താണ്? ലാൻഡും ആണ്. അപ്പോൾ ബ്ലൂ കളറിൽ കാണുന്നത് വാട്ടർ അല്ലെങ്കിൽ സീ, കടലാണ്. മറ്റ് പല കളറിൽ കാണുന്നതൊക്കെ എന്താണ്? നമ്മുടെ ലാൻഡാണ്. വേറൊരു കാര്യം കൂടി നമുക്കിതിൽ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. നമ്മുടെ ഗ്ലോബ് ഇങ്ങനെ നോക്കുമ്പോൾ എന്താണ്? നമ്മുടെ കര ലാൻഡിനേക്കാളും ഇരട്ടിയുണ്ട് വാട്ടർ അല്ലേ? നമ്മുടെ സീ എന്താണ്? നമ്മുടെ ലാൻഡിനേക്കാളും ഇരട്ടിയുണ്ട് അല്ലേ? ലാൻഡ് ഉള്ളതിനേക്കാളും ഇരട്ടി, ട്വൈസ് ഇരട്ടിയാണ് ആര്? നമ്മുടെ വാട്ടർ അല്ലെങ്കിൽ കടൽ, സീ എന്ന് പറയുന്നത്. ഇനി നിങ്ങളുടെ ടെക്സ്റ്റിൽ നോക്കിയേ. വിച്ച് കളർ ഡു യു സീ ദ മോസ്റ്റ് ഓൺ ദ ഗ്ലോബ്? ഏത് കളറാണ് നിങ്ങൾ കൂടുതൽ കാണുന്നത്? ആൻസർ പറഞ്ഞേ, മാഡത്തിൻ്റെ കുട്ടികളെ ആൻസർ പറഞ്ഞേ. ബ്ലൂ ആണ് അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? വാട്ട് ഡസ് ദിസ് റെപ്രസെൻറ്റ്? ഈ ബ്ലൂ കളർ എന്തിനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്? നമുക്കറിയാം, സീ അല്ലേ? കടലിനെയാണ് ഈ ഒരു ബ്ലൂ കളർ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഇനിയോ വാട്ട് അബൌട്ട് ദ പാർട്സ് ഇൻ അതർ കളേഴ്സ്? ബാക്കി മറ്റ് നിറങ്ങളൊക്കെ കാണുന്നുണ്ടല്ലോ, അതൊക്കെ എന്തിൻ്റെ ഭാഗങ്ങളാണ്? ലാൻഡിൻ്റെ ഭാഗങ്ങളാണ് ബാക്കി കാണുന്നതൊക്കെ. ഈസ് ദ ലാൻഡ് ഏരിയ ഓർ ദ സീ ഏരിയ ലാർജർ ഇൻ സൈസ്? മക്കൾക്ക് ഒറ്റയടിക്ക് പറയാൻ പറ്റില്ലേ ഏതാണ്? സീ ആണോ ലാൻഡ് ആണോ കൂടുതലുള്ളത്? നമ്മൾ പറഞ്ഞു ആരാണ്? നമുക്ക് ആ ഗ്ലോബിലേക്ക് നോക്കിയാൽ തന്നെ മനസ്സിലാവും ആരാണ് കൂടുതലുള്ളത്. പറയട്ടെ, സീ ആണല്ലേ. ഇനി ഇവിടെ ഈ യെല്ലോ പാർട്ടിൽ തന്നിട്ടുള്ളത് നമ്മൾ നേരത്തെ ഒക്കെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. വേണം ജസ്റ്റ് വായിച്ചു തരാം കേട്ടോ. നിങ്ങൾ കൈ വെച്ചിട്ടൊന്ന് വായിക്കുക. ദ പാർട്ട് ഇല്ലുസ്ട്രേറ്റഡ് ഓൺ ദി ഗ്ലോബ് ഇൻ ബ്ലൂ കളർ ഈസ് ദി സീ. നമ്മൾ പറഞ്ഞു അല്ലേ, നമ്മുടെ ഗ്ലോബിൽ കാണുന്ന ബ്ലൂ കളർ എന്ന് പറയുന്നത് നമ്മുടെ സീ ആണ്, കടലാണ്, വാട്ടറാണ്.
ദ ലാൻഡ് പാർട്സ് ആർ ഇല്ലുസ്ട്രേറ്റഡ് ഇൻ അതർ കളേഴ്സ്. അതുപോലെ തന്നെ ഗ്ലോബിൽ ബാക്കി കളറിൽ, ബ്ലൂ അല്ലാത്ത ബാക്കി കളറിൽ കാണുന്നതൊക്കെ എന്താണ്? ലാൻഡാണ്, അല്ലെങ്കിൽ എന്താണ് നമ്മുടെ ലാൻഡ് ഏരിയ, കരയാണ്. ദ സീ ഏരിയ ഈസ് മോർ ദാൻ ട്വൈസ് ദ സൈസ് ഓഫ് ദി ലാൻഡ് ഏരിയ. ലാൻഡ് ഏരിയനേക്കാളും ഇരട്ടിയുണ്ട് നമ്മുടെ കടലിൻ്റെ ഭാഗങ്ങൾ, ഇരട്ടിയാണ്. മനസ്സിലായല്ലോ? കരഭാഗത്തിൻ്റെ ഇരട്ടിയിലധികം ഉണ്ട് നമ്മുടെ കടൽ. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നമുക്കിവിടെ പഠിക്കാനുള്ളത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ടോപ്പിക് എന്താ പഠിച്ചു? നമ്മുടെ എർത്തിൻ്റെ ഷേപ്പ് പഠിച്ചു. ഇപ്പോൾ നമ്മൾ എർത്തിൻ്റെ മോഡൽ ഗ്ലോബിനെയും പഠിച്ചു. നമ്മൾ എർത്തിൻ്റെ ഷേപ്പ് എന്താ പഠിച്ചത്? സ്ഫിയർ ആണെന്ന് പഠിച്ചു. അതുപോലെ തന്നെ എർത്തിൻ്റെ മോഡൽ എന്താണെന്ന് പഠിച്ചു. എർത്തിൻ്റെ ഒരു മോഡൽ പറയാൻ പറഞ്ഞാൽ എന്താണ് നമ്മൾ പറയുക? ഗ്ലോബാണ്. ഇനി നെക്സ്റ്റ് ടോപ്പിക്ക്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ഭാഗം. ഇനി നമ്മൾ പുതിയൊരു ടോപ്പിക്കാണ് പഠിക്കാൻ പോകുന്നത്. എന്താ പഠിക്കാൻ പോകുന്നത്? ലെറ്റ് us ലുക്ക് അറ്റ് ദ സ്കൈ. ഇനി നമുക്ക് ആകാശത്തേക്കൊന്ന് അങ്ങോട്ട് നോക്കാം അല്ലേ? ഹാവ് യു ലുക്ക്ഡ് അപ്പ് അറ്റ് ദ സ്കൈ? മാഡത്തിൻ്റെ കുട്ടികളൊക്കെ സ്കൈയിലേക്ക് നോക്കാത്ത ആരെങ്കിലും ഉണ്ടോ ഇവിടെ? അല്ലേ, സ്കൈ എന്ന് പറഞ്ഞാൽ എന്താണ്? ആകാശം അല്ലേ? ആകാശത്തേക്ക് നോക്കിയിട്ടില്ലാത്ത ആരെങ്കിലും ഉണ്ടോ? ഈ ക്ലാസ് കേൾക്കുന്ന ആരെങ്കിലും ഉണ്ടോ? കമൻറ്റ് ചെയ്യണം കേട്ടോ. ഉണ്ടെങ്കിൽ ഇല്ല എന്ന് മാഡത്തിന് നന്നായിട്ട് അറിയാം. മക്കൾ കുഞ്ഞു മക്കളാകുമ്പോൾ തന്നെ എന്താണ്, നമ്മൾ മേലോട്ട് നോക്കൂലേ? എന്തിനാണ് അന്ന് കുഞ്ഞു മക്കളാകുമ്പോൾ നോക്കിയിരുന്നത്? നമ്മുടെ വിമാനം പോകുമ്പോൾ കാണാൻ നമ്മൾ ആകാശത്തേക്ക് നോക്കിയിട്ടില്ലേ? ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? വാട്ട് ആർ ദ സൈറ്റ്സ് ഇൻ ദ സ്കൈ? എന്തെല്ലാമാണ് നമ്മുടെ ആകാശത്ത് നമ്മൾ കാണാറുള്ളത്? മാഡത്തിൻ്റെ കുട്ടികൾ പറഞ്ഞ്, പകൽ സമയം നമ്മൾ ആകാശത്തേക്ക് നോക്കിയാൽ നമുക്ക് ക്ലൗഡ്സ് കാണാൻ പറ്റൂലേ? ക്ലൗഡ്സ് ഉണ്ടാവാറുണ്ട്. പിന്നെന്താണ്? സണ്ണ് ഉണ്ടാവില്ലേ? ആകാശത്തേക്ക് നോക്കുമ്പോൾ നമുക്ക് സണ്ണിനെ കാണാൻ പറ്റും. ഇനി രാത്രിയാണെങ്കിലോ നമുക്ക് മൂണിനെ കാണാൻ പറ്റും. അതുപോലെ തന്നെ സ്റ്റാർസൊക്കെ കാണാൻ പറ്റൂലേ? നെക്സ്റ്റ്, വേർ ആൾ ഡു യു സീ ദ സ്കൈ? നിങ്ങൾ എവിടെയൊക്കെയാണ് നോക്കിയാലാണ് ആകാശം കാണുക? നമ്മൾ എവിടേക്ക് മേലോട്ട് നോക്കിയാലും നമുക്ക് എന്ത് കാണാൻ പറ്റും? എവിടെ നിന്നാണെങ്കിൽ പോലും അല്ലേ നമുക്ക് മേലോട്ട് നോക്കിയാൽ ആകാശം കാണാൻ പറ്റും. ഇനി ഡു യു സീ ദ സ്കൈ ഒൺലി എബോവ് യുവർ ഹെഡ്? ആണോ? നിങ്ങളുടെ തലക്ക് മുകളിൽ മാത്രമാണോ നിങ്ങൾ ആകാശം കാണുന്നത്? അല്ല, നോ. ഇനി നിങ്ങളടുത്ത് പറയാണ്, ഗോ ടു ദ മിഡിൽ ഓഫ് ദി പ്ലേ ഗ്രൗണ്ട് ആൻഡ് ഒബ്സർവ് ദ സ്കൈ. നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങൾ കളിക്കുന്ന പ്ലേ ഗ്രൗണ്ടിൻ്റെ നടുക്ക് പോയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? ആകാശത്തേക്ക് നോക്കിയിട്ടൊന്നിങ്ങനെ നിരീക്ഷിച്ച് നോക്കുക. നമ്മുടെ ആകാശത്തിനെ ഒന്ന് നിരീക്ഷിച്ച് നോക്കുക. ഓൺ വിച്ച് സൈഡ്സ് ഓഫ് യു ഡു യു സീ ദ സ്കൈ? നിങ്ങൾ നിങ്ങളുടെ ഏതൊക്കെ സൈഡുകളിലാണ് ആകാശം കാണുന്നത് എന്ന്. എല്ലാ സൈഡിലും നമുക്ക് ആകാശം കാണാൻ പറ്റൂലേ? ഇനിയോ, ലുക്ക് അറ്റ് ദ ഇല്ലുസ്ട്രേഷൻ ഓഫ് ദി എർത്ത് ആൻഡ് ദ സ്കൈ. ഇനി നിങ്ങൾ താഴെ കണ്ടോ? ഭൂമിയുടെയും ആകാശത്തിൻ്റെയും ഒരു ഫോട്ടോ തന്നിട്ടുണ്ട്. അതൊന്ന് ജസ്റ്റ് നോക്കുക. ഇനി, ഇൻ വിച്ച് പാർട്സ് ഓഫ് ദ എർത്ത് ഡു യു സീ ദ സ്കൈ? ആകാശം ഭൂമിയുടെ ഏത് ഭാഗത്ത് നിന്ന് നോക്കിയാലാണ് കാണുന്നത് എന്നാണ് ക്വസ്റ്റ്യൻ. നമുക്കറിയാം, ഭൂമിയുടെ ഏത് ഭാഗത്ത് നിന്ന് നോക്കിയാലും നമുക്ക് ആകാശം കാണാൻ പറ്റും. അങ്ങനെ പ്രത്യേകിച്ച് ഭാഗത്ത് നിന്ന് നോക്കിയാൽ മാത്രമേ ആകാശം കാണൂ എന്നില്ല. ഭൂമിയെ മൊത്തമായിട്ട് ഇങ്ങനെ ഭൂമിയുടെ ചുറ്റുഭാഗം എന്താണ്? ആകാശമാണ്. അപ്പോൾ നമുക്ക് ഏത് ഭാഗത്ത് നിന്ന് മേലോട്ട് നോക്കിയാലും നമുക്ക് ആകാശത്തെ കാണാൻ പറ്റും. There are other spheres in the sky other than earth. നമ്മുടെ ആകാശത്ത് നമ്മുടെ എർത്ത് കൂടാതെ വേറെയും സ്ഫിയേഴ്സ് ഉണ്ട്, വേറെയും ഗോളങ്ങളുണ്ട്. വിച്ച് ആർ ദേ? കംപ്ലീറ്റ് ദ വേർഡ്സ്. നിങ്ങളോട് അത് ഏതൊക്കെയാണ് അവ ഈ പദസൂര്യൻ കംപ്ലീറ്റ് ചെയ്യാനാണ് പറയുന്നത്. ഫസ്റ്റത്തത് അവർ തന്നിട്ടുണ്ട്, എർത്താണ്. പിന്നെ സണ്ണ്, മൂണ്, സ്റ്റാർ. ഓക്കെ, നമ്മുടെ നെക്സ്റ്റ് ടോപ്പിക് എന്താണ്? വേർ ആർ ദി സ്റ്റാർസ് ഡ്യൂറിങ് ദ ഡേ? പകൽ സമയത്ത് നമ്മുടെ നക്ഷത്രങ്ങൾ എങ്ങോട്ടാണ് ഈ മുങ്ങിപ്പോകുന്നത്? അതാണ് ഇനി നമുക്ക് പഠിക്കാനുള്ള ടോപ്പിക്ക്. അവരിങ്ങനെ രാത്രി മാത്രമാണ് നമ്മുടെ സ്റ്റാർസിനെ നമുക്ക് ആകാശത്തേക്ക് നോക്കുമ്പോൾ കാണാൻ പറ്റുന്നത്. പകൽ അവർ എവിടെയോ പോയി ഒളിച്ച് നിൽക്കുകയാണ് അല്ലേ? പകൽ നമ്മൾ ആകാശത്തേക്ക് നോക്കിയാൽ നമ്മൾ സ്റ്റാർസിനെ കാണാറുണ്ടോ? ഇല്ല. അപ്പോൾ എന്താ സംഭവം എന്നൊക്കെ ഉള്ളത് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ പഠിക്കാം. അപ്പോൾ എല്ലാ സ്റ്റുഡൻസും റെഡിയല്ലേ? ഓക്കെ, അപ്പോൾ ഈ ഭാഗം നന്നായിട്ട് ഇരുന്നിട്ട് ടെക്സ്റ്റ് ബുക്ക് വായിക്കുക, അതുപോലെ തന്നെ നന്നായിട്ട് ഇരുന്നിട്ട് പഠിക്കുക. ഓക്കെ, ബൈ ബൈ.